ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന സമയത്ത് ധാരാളം അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം അത്ഭുതങ്ങളൊക്കെ നിഷേധിക്കുന്ന, അതിനെ തള്ളിക്കളയുന്നവരാണ് പുത്തൻവാദികൾ, വഹാബികൾ. എന്നാൽ ധാരാളം പണ്ഡിതന്മാർ ഈ സംഭവത്തെ ഉദ്ധരിച്ചിട്ടുണ്ട്. നമ്മുടെ മൗലിദ് കിതാബുകളിലും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പരിശോധിച്ചപ്പോൾ തന്നെ 7 ഗ്രന്ഥങ്ങളിൽ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു കസീർ പോലും അൽ ബിദായത്തു വൻ നിഹായയിൽ ഒരു അധ്യായം തന്നെ, ഒരു ഫസ്ല് തന്നെ അതിനു വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഫസ്ലും ഫീമാ ബഖാ മിനൽ ആയാതി ലൈലത മൗലിദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിന്റെ രാത്രി, ജനിച്ച രാത്രി, ആ സമയത്ത് ഉണ്ടായ ദൃഷ്ടാന്തങ്ങൾ, അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പറയുകയാണ്, ദിക്ർ ഇർതിജാസി ഈവാനി കിസ്റ, കിസ്റ കൊട്ടാരം വിറച്ചു, അതിനെപ്പറ്റി പറയുന്ന അധ്യായം. സുഖൂത്തിശ്ശറഫ, ഗോപുരങ്ങൾ തകർന്നടിഞ്ഞു വീണു, അതിനെപ്പറ്റി പറയുന്ന അധ്യായം. വഖുമൂദിൻ നീറാൻ, അവർ ആരാധിച്ചിരുന്ന തീകുണ്ടാരങ്ങൾ കെട്ടടങ്ങി. വറുഇയൽ മുബിദാൻ, അവരുടെ ഏറ്റവും വലിയ കാളിയായിരുന്ന, കിസ്റയുടെ ഏറ്റവും വലിയ കാളിയായിരുന്ന മൂബിദാൻ എന്നയാൾ പ്രത്യേകമായ ചില സ്വപ്നങ്ങൾ കണ്ടു. വഗൈരി ദാലിക മിനദ് ദലാലാത്ത്, ഇതുപോലെ ധാരാളം ദൃഷ്ടാന്തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തിന്റെ മേലും അവിടുത്തെ പ്രവാചകത്വത്തിന്റെ മേലും അറിയിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ അന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ ഈ വിഷയങ്ങൾ ഓരോന്നും പറയുന്നുണ്ട്. എന്നിട്ട് സനദ് സഹിതം അവർ പറയുന്നു, ഖാലൽ ഹാഫിദ് അബൂബക്കർ മുഹമ്മദ് ഇബ്നു ജാഫർ സഹ്ലുൽ ഖറായിത്തി ഫി കിതാബി ഹവാത്തിഫിൽ ജാൻ. ഹാഫിദ് അബൂബക്കർ അൽ ഖറായിത്തി ഹവാത്തിഫുൽ ജാൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഹദ്ദസന അലി ഇബ്നു ഹർബിൻ ഹദ്ദസന അബൂ അയ്യൂബ് യഅല എന്ന് പറഞ്ഞിട്ട് സനദൊക്കെ പറഞ്ഞിട്ട് ഹദ്ദസനി മഖ്സൂം ഇബ്നു ഹാനി അൽ മഖ്സൂമി അൻ നബീഹി എന്ന് മഖ്സൂം ഇബ്നു ഹാനിയെ ഹാനിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെ എല്ലാ ധാരാളം കിതാബിൽ ഈ സനദടക്കം, ഇതുപോലെയുള്ള സനദടക്കം പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, റസൂലുള്ളാഹി തങ്ങൾ ജനിച്ച ദിവസം വന്നപ്പോൾ കിസ്റ കൊട്ടാരം നെട്ടിവിറച്ചു. 14 ഗോപുരങ്ങൾ പൊട്ടിപ്പിളർന്നു വീണു. പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന തീക്കുണ്ടാരം കെട്ടടങ്ങി. വലം തഹ്മുദ് ഖബ്ല ദാലിക ബി അൽഫി ആം, 1000 വർഷം മുമ്പ് കത്താൻ തുടങ്ങിയതായിരുന്നു, ഇതുവരെ കെട്ടിട്ടില്ല. വഗാലത്തു ബഹീറത്തു സാവ, സാവ തടാകം വറ്റി വരണ്ടു. വറഅൽ മുബിദാനു ഇബ്ലൻ സിആബൻ തഖൂദു ഖൈലൻ ഇറാബ, അറബി കുതിരകളുമായി തെളിച്ചുകൊണ്ട്, അറബി കുതിരകളെ തെളിച്ചുകൊണ്ട്, ശക്തമായ കുതിരകൾ അതിനെ തെളിച്ചു കൊണ്ടുപോകുന്നത് മൂബിദാൻ എന്ന അവരുടെ പണ്ഡിതൻ കണ്ടു. എന്നിട്ട് ആ കുതിരകൾ ദജ്ല നദി വിട്ടുകടക്കുകയും വന്തശറത്ത് ഫീ ബിലാദിഹിം, അവരുടെ രാജ്യത്ത് മുഴുവനും പരക്കുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ കിസ്റ, പ്രഭാതമായപ്പോൾ കിസ്റ ആകെ ഭയന്നുപോയി. അങ്ങനെ അദ്ദേഹം ധീരത കാണിച്ച് അല്പമൊക്കെ ശ്രമിച്ചു നിന്നെങ്കിലും അദ്ദേഹം പിന്നീട് എല്ലാ വജമഅഹും, അവരുടെ അനുയായികളെ മുഴുവനും, ഉപദേശകരെ മുഴുവനും, ജ്യോത്സ്യന്മാരെയും മറ്റുമൊക്കെ ഒരുമിച്ച് കൂട്ടി. കിസ്റ എന്ന് പറയുന്നത് അന്നത്തെ ഏറ്റവും വലിയ രാജ്യമായിരുന്നു. അതായത് പേർഷ്യയായിരുന്നു. ഇറാൻ എന്ന രാജ്യമടക്കം അടങ്ങിയ രാജ്യമാണ്. അങ്ങനെ അതിനെപ്പറ്റി കിസ്റ എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ട് മൂബിദാന് സ്വപ്നം കണ്ട കഥ നേരത്തെ പറഞ്ഞല്ലോ, കുതിരകളെ തെളിച്ചു കൊണ്ടുപോകുന്നത്. ഇതിന്റെ യാഥാർത്ഥ്യം പിന്നീട് ഉണ്ടായിട്ടുമുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് കിസ്റ മുഴുവനും
നാം പിടിച്ചടക്കി, ഇസ്ലാം മുസ്ലിമീങ്ങൾ പിടിച്ചടക്കി. എന്ന് മാത്രമല്ല, കിസ്റയിലേക്ക് നബിതങ്ങൾ കത്ത് അയച്ചു കൊടുത്തിരുന്നു. കത്ത് കൊടുത്തപ്പോൾ നബിതങ്ങളുടെ കത്ത് സ്വീകരിച്ച കിസ്റ അന്ന് ആ കത്ത് പിച്ച് ചീന്തി. നബിതങ്ങൾ ദുആ ചെയ്തു, കിസ്റയെ നീ പിച്ച് ചീന്തണേ. കിസ്റ അതായത് പേർഷ്യ പിന്നീട് ഇസ്ലാമിക ഭരണത്തിന് കീഴിലായിരുന്നു, അതായത് മുസ്ലിമീങ്ങളുടെ ആധിപത്യത്തിലായിരുന്നു ഇപ്പോഴും പേർഷ്യയുള്ളത്. എന്തില്ല, പിന്നീട് ആ കിസ്റ ഭരണം അസ്തമിക്കുകയായിരുന്നു. നബിതങ്ങളുടെ പിച്ച് ചീന്തൽ, അവിടുത്തെ കത്ത് പിച്ച് ചീന്തിയപ്പോൾ അവിടുന്ന് ആ ഭരണവും പിച്ച് ചീന്തണമെന്ന് ദുആ ചെയ്തു. അതൊക്കെ അവിടുത്തെ പ്രവാചകത്വത്തിന്റെ അടയാളങ്ങളാണ്. ഈ ചരിത്രം ദലായിലുൻ നുബുവ, നുബുവത്തിന്റെ അടയാളം എന്ന പേരിൽ, അതിന്റെ തെളിവുകൾ എന്ന പേരിൽ പ്രശസ്തമായ ഗ്രന്ഥം ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി അതിന്റെ 126 പേജിലും അൽ ബിദായത്തു വൻ നിഹായ 2ാം വാള്യം 395 പേജിലും ഇമാം തിബരി ഇബ്നു ജരീർ തിബരി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ മുഫസ്സിറും ചരിത്രകാരനുമാണ്. അവിടുന്ന് താരീഖിൽ 1ാം വാള്യം 580 പേജിലും ഈ ചരിത്രം, ഈ കിസ്റ കൊട്ടാരം നെട്ടിവറിച്ചതും ഈ ഗോപുരങ്ങൾ തകർന്നതും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബൂ നുഐം റഹ്മത്തുള്ളാഹി അലൈഹി ദലായിലുൻ നുബുവ 1ാം വാള്യം 139 പേജിലും സുബുലുൽ ഹുദാ വർ റഷാദ് സ്വാലിഹു ശാമി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ 1ാം വാള്യം 354 പേജിലും അൽ ഖറായിത്തി ഹവാത്തിഫിലും ഇബ്നു അസാക്കിർ അവരുടെ ഗ്രന്ഥങ്ങളിലുമൊക്കെ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അപ്പോ ഇതൊക്കെ വെറുതെ മൗലിദിലും മറ്റൊക്കെ പറയുകയാണ്, സുന്നികൾ അങ്ങനെ വെറുതെ തട്ടിപ്പ് നടത്തുകയാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന പുരോഹിതന്മാർ നമ്മുടെ നാടുകളിലുണ്ട്. അവരെ ശ്രദ്ധിക്കണം. ചരിത്രം അറിയില്ല, ഉള്ളത് മറച്ചു വെക്കുന്ന ജൂത ക്രിസ്ത്യാനികളെ മുഴുവനും വെല്ലുന്ന സ്വഭാവമാണ് ഇവർക്കുള്ളത് എന്ന് മനസ്സിലാക്കാം. അള്ളാഹു നന്മ നൽകട്ടെ. അസ്സലാമു അലൈക്കും.